കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM വിടുതൽ ഹർജി നൽകും. വിചാരണ കൂടാതെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പാർട്ടിയും പ്രതികളായ നേതാക്കളും കോടതിയിൽ വിടുതൽ ഹർജി നൽകുക. മുൻ സ്പീക്കർ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള നേതാക്കളാണ് വിടുതൽ ഹർജി നൽകുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കരുവന്നൂർ കള്ളപ്പണ കേസ് അത് CPMന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പാർട്ടി തന്നെ ഈ കേസിൽ പ്രതിയാണ്. അതുമാത്രമല്ല, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള, മുൻ സ്പീക്കറായിട്ടുള്ള, നിലവിൽ MP ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വിടുതൽ ഹർജി ഇന്ന് നൽകുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കളും, കരുവന്നൂർ കേസിൽ CPM നേതാക്കളും ഒപ്പം തന്നെ പാർട്ടി തന്നെയും വിടുതൽ ഹർജി നൽകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കേസ് അത് വലിയ തോതിൽ ഉള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു. നേതാക്കൾക്കെതിരെയും ഒപ്പം തന്നെ പാർട്ടിക്കെതിരെയും എല്ലാം തന്നെ കേസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കാൻ പോലും ഈ ആളുകൾ തയ്യാറായിരുന്നില്ല, നേതാക്കൾ തയ്യാറായിരുന്നില്ല, പാർട്ടിയും തയ്യാറായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ 4-ാം തീയതി ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനമാണ് CPMന് നേരിടേണ്ടി വന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് പാർട്ടിയുടെ പ്രതിനിധി കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വീണ്ടും ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചതും അതനുസരിച്ച് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഹാജരാവുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് വീണ്ടും വിടുതൽ ഹർജി നൽകുക എന്നതാണ്. കാരണം പാർട്ടി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, നേതാക്കളാണെങ്കിലും പാർട്ടിയാണെങ്കിലും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്, തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു പങ്കാളിത്തവുമില്ല, അനധികൃതമായി വായ്പകൾ അനുവദിക്കുന്നതിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും പാർട്ടി നടത്തിയിട്ടില്ല എന്ന കാര്യമാണ്. തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, മറിച്ച് മറ്റു ചില ആളുകൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പാണ് എന്നൊരു വാദമാണ് പാർട്ടി ഉയർത്തുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് CPM ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടലുകൾ നടത്തിയത് എന്ന കാര്യം. മാത്രമല്ല, ഈ കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി അനധികൃത വായ്പകൾ അനുവദിക്കുകയും അങ്ങനെ അനധികൃത വായ്പകൾ അനുവദിച്ചതിന്റെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് അതിന്റെ ഒരു പങ്ക് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങളും ഭൂമിയും പാർട്ടിക്ക് വേണ്ടി വാങ്ങാനുള്ള ശ്രമങ്ങളും അതിന്റെ പ്രത്യേക കമ്മിറ്റികളും എല്ലാം തന്നെ രൂപീകരിച്ചിരുന്നു. സബ് കമ്മിറ്റികൾ തുടങ്ങിയ പേരുകളിൽ ലോണുകൾ അനുവദിക്കുന്നതിന്, വായ്പകൾ അനുവദിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റികളാണ് പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ കൃത്യമായ ഇടപെടലുകൾ പാർട്ടി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമുണ്ട്. അത്തരം തെളിവുകളെല്ലാം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. കരുവന്നൂർ കള്ളപ്പണ കേസിലാണ് പ്രതിസ്ഥാനത്തുള്ള CPMും പാർട്ടി നേതാക്കളും വിടുതൽ ഹർജിയുമായി ഇന്ന് കോടതിയെ സമീപിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.